ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്ക് എങ്ങനെ സുഖമായിട്ട് പോണ്. അപ്പൊ ഇവിടെ എന്നിട്ട് പറയാ ലഹള ബേളം എന്നിട്ട് പറയാ ഇത്ര ദിവസം ഇവിടെ സൈലന്റ് ആയിരുന്നു, ഇപ്പൊ ഇവിടെ വയലന്റ് ആയി തുടങ്ങി. ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയ കടച്ചൊക്കെയല്ലേ ഇതൊരു കൊണ്ടുള്ളല്ലോ. പക്ഷെ ഏതാ അവനന്ന് നട്ട് ബഡ്മയാ ബഡ് കളപ്പിലാവ് വാങ്ങിച്ചതാ. പക്ഷെ ഇത്ര ഉള്ള ഒരു 2 കൈ കടച്ചൊക്കെ ഉണ്ടാവും. അത് പൊട്ടിക്കാനും കിട്ടുന്നില്ല. ഇത് നന്നായി ആദ്യമായിട്ട് മൂക്കണ്ട്. കടച്ചക്കയുടെ സീസൺ ആവാറായിട്ടുണ്ട്. കടച്ചക്ക സീസണായി, പക്ഷെ ഭയങ്കര പൈസയെന്ന് തോന്നുന്നു കടച്ചക്ക്. കടച്ചക്ക സീസൺ വർഷകാലത്താ. മൂക്ക കടച്ചക്കൊക്കെ ആയി തുടങ്ങി മോളെ. ആയി തുടങ്ങിന്ന്. പക്ഷെ കൂടുതൽ സീസൺ ജൂണിലാണ്. ജൂൺ ജൂലൈ. ചക്ക തയ്യാറാവുന്ന കടച്ചക്ക ചേട്ടനെ കൂടി ഇവിടെ കളിക്കണ. അവിടെ ഒരാള് അവിടെ പോയി നിക്ക്, അപ്പുറത്ത് പോയി നിക്ക്. ഒരാൾ അങ്ങോട്ട് നിക്ക്, ഒരാൾ ഇങ്ങോട്ട് നിക്കാണ്ട് എറിഞ്ഞു കൊടുക്ക്. ആ ഇവിടെ കളിക്കാൻ പറ്റില്ല. ഇവിടെ മെറ്റലാണ് കണ്ടാ. ദേ പോയി, അങ്ങോട്ട് പോയി. ആശിക്കുട്ടൻ രാവിലെ തന്നെ ദേ വീട്ടിലെ ലൈറ്റ് ഫുള്ളായിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റിനൊരു പ്രത്യേകത. ഈ ലൈറ്റ് പിന്നെ കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടണമെങ്കിൽ നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ടി വരും. കാരണം അത് പഴയ നമ്മൾ പുതിയ വീട് എക്സ്റ്റെൻഡ് ചെയ്താണല്ലോ. അപ്പൊ അത് പഴയ വയറിങ്ങും ഇതങ്ങനെ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് ആ ലൈറ്റ് എന്നും കത്തി കിടക്കുള്ളൂ. ഇതേ ഇപ്പോഴും കത്തി കിടക്കാം. ഇനിയിപ്പോ എന്താക്കാവോ, എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ലൈറ്റ് ഫുള്ള് ബൾബ് ഉരിക്കേണ്ടി വരും. എന്റെ മോനെക്കൊണ്ട് ഇത്ര പറ്റുള്ളൂ. തലയിൽ വെളിച്ചിനെ പറ്റി പ്രാർത്ഥിക്കാനുള്ളതാണ്. നമ്മുടെ കടച്ചക്കുപ്പേരി അമ്മാവനെ കാച്ചാൻ വേണ്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് പിള്ളേർക്കാ ചെലപ്പോ തിന്നും. അത് തിന്നിട്ടില്ല, ആദ്യമായിട്ട് തിന്നണം. അത് ഇവിടുന്ന് തെറിഞ്ഞ അയ്യോ ആദത്തിനെ സിനി കാണാനില്ല. അയ്യോ ആദത്തിനെ കണ്ടു, അച്ചീനെ കാണാനില്ലല്ലോ. കൂടാറുണ്ടാക്കി വിളിച്ചിരിക്കണ അച്ചി. ഇന്ന് നമ്മളെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാ. അപ്പൊ വെറുതെ ഒരു ആഗ്രഹം. ചെമ്മീൻ ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? എന്നാലും ഒരിത് ഇതുവരെ നാളെ തിരക്കണോ ഞാൻ കണ്ടിട്ടില്ലേ? അങ്ങനെ പറയണ്ട, വലിയ വർത്താനം പറയുന്നത്. അയ്യോ ഇന്ന് നമ്മളെ ഒരു വെറൈറ്റിക്ക് ഇതേ ചെമ്മീൻ ചമ്മന്തി അരയ്ക്കാൻ പോവാ. തേങ്ങ ചെറിയ വെച്ചുണ്ട്. അങ്ങനെ കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും ലേശം ഉപ്പും ഇട്ട് അങ്ങോട്ട് അടിക്കാൻ വിചാരിച്ചേക്കണം. എന്തൊരു കൊതി അതുകൊണ്ടാ. അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിലേ കടച്ചക്ക തേമിച്ച് ഇതേ ഉപ്പേരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ചമ്മന്തി നമ്മുടെ സെറ്റായിട്ടാ, റെഡി ആയിട്ടാ. പിന്നെ കടുമാങ്ങാച്ചാറ്. ഇവിടെ സാധാ കടുമാങ്ങാച്ചാറ് അമ്മച്ചി ഇടാറില്ല. പക്ഷെ ഈ വർഷം എന്താണെന്നറിയില്ല, എന്തോ ഒരു ആഗ്രഹത്തിൽ അമ്മച്ചി കടുമാങ്ങാച്ചാറ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ തിന്നാനായില്ല, കാരണം അമ്മച്ചിക്ക് അപ്പച്ചന് പ്രഷറുണ്ട്. അതുകൊണ്ട് തിന്നാറില്ല. കടുമാങ്ങാച്ചാറ് മെയിനായിട്ട് തിന്നണ ആള് ഞാനാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ കടുമാങ്ങാച്ചാറ് തീരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെല്ലുമിച്ചി ഉണ്ടാക്കി തന്നയക്കുക ചെയ്തേ അവിടുത്തെ മാങ്ങ. ഇപ്പോൾ വെല്ലുമിച്ചി തന്നെ മാങ്ങ കൊടുത്തയച്ചിട്ട് അമ്മച്ചി ഇവിടെ ഫസ്റ്റ് ട്രൈയിൽ കടുമാങ്ങ ട്രൈ ചെയ്തു. പക്ഷെ നന്നായിട്ടുണ്ട്. ഇരിക്കണുണ്ട് എവിടെയാണെന്നറിയോ? കസേരയുടെ മുകളില്. ഇവിടെ കുടുംബസമ്മേളനം ഉണ്ടായിരുന്നു. കുടുംബസമ്മേളനം കഴിഞ്ഞിട്ട് കസേര കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അതെന്നേക്കാളും വലിയ ചെക്കനായി അല്ലേ? നിന്നെ കയറ്റിയിരുത്തണാ എവിടെയാ? അപ്പൊ നിങ്ങൾ തല്ലി പിടിക്കോ? കണ്ടു കഴിഞ്ഞാ അപ്പ കയറിയുമ്പോ ആന്റി ഇങ്ങനെ 2 പേരും കൂടി പിടിക്കുക. ഒരാളിറക്കാം. ഇനി അതിറങ്ങാം, അച്ഛനിരുത്താം. അടാമിഗുർ ഓക്കെ, അച്ചിക്കൂട്ട ഇരുന്നൂട്ടാ. ആകാശത്ത് എങ്ങടെ പോണേ? ഏത് പള്ളിക്ക്? ഞങ്ങള് കൊറത്തിപ്പള്ളിക്ക് പോണ്. പള്ളിയില് കുർബാനക്ക് പോണെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ മുത്തിയമ്മയുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ എന്തായാലും കുർബാന കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും പോയി പ്രാർത്ഥിച്ചിട്ട് പോരാം. ഇപ്പൊ എല്ലാവരുടെ ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഡെലിഷ്മോന്റെ മാത്രം ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ടില്ല. ഇയാള് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കാണ്. ഇപ്പൊ വരും.
ചേട്ടപ്പട ഇറക്ക് ഞാൻ ഡ്രസ്സ് മാറി എന്ന് പറഞ്ഞപ്പോ വരും ഒരു ഒച്ചെടുത്ത്. അതെന്തിട്ട് കാണിക്കണേ? അതാ കണ്ടാ ആ ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോ കുറുമ്പ് കാണിക്കണോക്കിയവൻ കല്ലെടുത്ത് എറിഞ്ഞു കളിക്കുന്നു. അപ്പന്റെ ഡ്രസ്സ് മാറി കഴിഞ്ഞ് വന്നു. താക്കോല് പോവാം. കൊണ്ടുപോയില്ലാട്ടാ. അതവിടെ നിന്നോ. ആദ്യത്തിന് ഇവിടെ നമുക്ക് പുറത്താക്കിട്ട് പോടാ. ആദ്യത്തിന് ഇവിടെ വാതിലടച്ചിട്ട് പൂട്ടിയിടാം നമുക്ക്. ഓക്കെ, അവന് വലിയ സന്തോഷായി. രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പോണേ നോക്കി നിക്കാതെ സ്പോട്ടിൽ അടി ഉണ്ടാവും. ലൈക്ക് അവിടെ നിക്കട്ടെ. ചാച്ച വണ്ടി എടുക്കട്ടെ. അമ്മ വാതില് പൂട്ടട്ടെ. പോറ്റെ പറയണ്ട. അതാ പോറ്റെ വെട്ടി വെക്കാൻ പോണവൻ. നിക്ക് അവിടക്ക്. അതെവിടെ ഫ്രണ്ടിലാ? അപ്പ ബാക്ക് പാർച്ചത് അപ്പനോട് നിങ്ങള് പോട്ടെ കേട്ടാ. ഷോള് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ഷോള് ഇവിടെ ഇരിക്കുന്നു. അതിന്റെ ഉള്ളിൽ ഇരിക്കണ്ടായില്ല. അങ്ങനെ നമ്മൾ പോവാണ്. അമ്മച്ചി പള്ളിയിൽ AC ഇരിക്കാൻ വേണ്ടിട്ടാണ്. അമ്മച്ചിന്റെ അടുത്ത് പോടാ. അങ്ങനെയല്ല, പള്ളിയിലും കൂടി AC ആക്കിയെങ്കിൽ വളരെ സന്തോഷകരമായിരുന്നു. അമ്മാവയുടെ എത്തിക്ക് പോണെന്ന്. ഈശോ എന്റെ ഫോൺ. പള്ളിയിൽ എത്തിയിട്ടാ. പള്ളിയിൽ കുർബാന നടക്കണുണ്ട്. അപ്പൊ വീഡിയോ എന്തായാലും എടുത്തു കഴിഞ്ഞാ ഒന്നും കേക്കൊന്നുമില്ല. അപ്പൊ ഞാൻ കാണിച്ചു തരാം. പള്ളി ഇതേ നമ്മുടെ പള്ളി തന്നെ കേട്ടോ. അതേ പള്ളിയുടെ അവിടെ എത്തിയില്ലേ. അപ്പാപ്പനും അമ്മാമ്മയും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് അപ്പുറം കൂടി ഇറങ്ങാൻ പോകണുള്ളൂ കേട്ടോ. ഒരു ഇരുണ്ട് മൂടിയ പോലെ നിൽക്കുന്നുണ്ട്. മഞ്ഞല്ല മഴ ഈശോയെ. ഇവിടെ കുർബാനയ്ക്ക് വന്നിട്ട് നമ്മുടെ കുർബാനയൊക്കെ കണ്ടുവിട്ടതേ. ഇവിടെയാണ് ഇതാണ് സ്ഥിതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ. കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടാണ് പിള്ളേർക്ക് കിട്ടിയത്. ആരാധത്തിനാ ദേ പോണതേ കണ്ട. അവര് കളിക്കാൻ വന്നേക്കണ്ട. പാർക്കിംഗ് ഏരിയ. പാർക്ക് ഏരിയ അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞപ്പോ നിക്കും. അല്ല അവര് അപ്പാപ്പ ഇപ്പൊ ഇങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞ കൊച്ചിപ്പോ നിക്കുന്നത് തന്നെ. ഇടി വെട്ടി മഴ വരുന്നുണ്ട്. എന്തായാലും നല്ല രസമുണ്ട്. നമ്മൾ കുർബാനയൊക്കെ കണ്ടു. നല്ല കാറ്റുണ്ട്. അത് വേറെ കാര്യം. അവൻ പള്ളിയില് വരെ കേറിയില്ലേ. ഈ പുറത്തിരുന്ന് ഡാൻസ് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അതുകുട്ടിനെ കൈകൂപ്പി നിക്കണ്. അത് കഴിഞ്ഞ് പള്ളിയത്തേക്ക് ചെരുപ്പൂരി കേറി പോവാൻ പോയി. നല്ല ശീലങ്ങളും മാതാപിതാക്കൾ പഠിപ്പിക്കുന്നു. പള്ളിയിൽ ചെന്ന വഴി തന്നെ വേഗം പോയി തമ്പായിനെ മുത്താൻ പോയി. അതന്നെ പറഞ്ഞത്. കാസി മഴ പെയ്യാൻ പോണ്ട്. ഇപ്പൊ പോണ്. എന്തായാലും മഴ കാര്യങ്ങൾ വന്നതിന് മുന്നേ കുർബാന കഴിഞ്ഞിട്ടുണ്ട്. മാതാവിനെ കാണാത്തിന് വലിയ മാതാവിനെ വേണ്ടേ അടി കൊടുക്കണെന്നാ. അപ്പൊ നമുക്ക് പോവാം. നീ മുത്തിയമ്മേനെ കണ്ടില്ലേ വന്നിട്ട്? നിന്നോട് ഞാൻ പറഞ്ഞതല്ല, നീ പുറത്തുനിന്ന് കളിച്ചാലേ. അതിന്റെ യാത്ര കഴിഞ്ഞിട്ടില്ല. അതവിടെ ഇരുന്നോട്ടെ. ഇല്ല, പൊട്ടിച്ചില്ല. അപ്പൊ അവൻ തിന്നണ്ടില്ലേ. എവിടെയോ മഴ പെയ്യണ്ട്. അതിന് വേണ്ടിട്ട് എവിടെ ഇട്ട ഇച്ചിരി ഇങ്ങോട്ട് നീക്കിടാഞ്ഞില്ല. രണ്ടെണ്ണം. അപ്പൊ എനിക്ക് പിള്ളേർക്ക് വന്നപ്പോ നമ്മള് മിഠായി വാങ്ങിച്ചു. അപ്പൊ നമ്മള് വാങ്ങിച്ചു. ഞാൻ തിന്നണേ. പിള്ളേര് മാത്രം തിന്നാ പോരല്ലോ. അന്തരീക്ഷം നിക്കണുണ്ടോ? എന്തൊരു ഭംഗിയല്ലേ. എന്തായി എവിടെ പ്രിയൊരു മാങ്ങ? തേനെ കാണാൻ പറ്റില്ല. കണ്ട പ്രിയൊരു മാങ്ങ കണ്ടാ? പക്ഷെ നമുക്കൊന്നും കിട്ടില്ല. ഫുള്ള് ഇങ്ങനെ കേട് വന്നിട്ട് വീണ് പോവാണ്. പിന്നെ വീഴണതാണെങ്കിൽ ഫുള്ള്
എപ്പോഴും അല്ല ഇതില് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം കൊറേ ഉണ്ടായിട്ടോ അമ്മച്ചി. ആ എന്തോരെല്ലാം ഉണ്ടായിക്കണേ എന്റെ പൊന്നെ. അപ്പൊ അമ്മച്ചി എന്നും ചെത്തി വെക്കുവോ? ഞാൻ നല്ലതാന്ന് തോന്നുന്നത് ചെത്താറുണ്ട്, പക്ഷെ കിട്ടാറില്ല. ഇത് മറ്റേ ഡാലിയേച്ചി അവിടെ തോട്ടി കെട്ടണ സമയത്ത് പറയണ്ടായി, നനച്ച് ഡാലിയേച്ചില്ല ലിഷ്മോൻ അമ്മച്ചി നനച്ച കെട്ടാറ്, നനച്ച് കിട്ടിയാ മതി. ഡാലിയേച്ചിയോട് വിട്ടുപോയില്ലാന്ന് നനച്ചിങ്ങനെ തോട്ടി കിട്ടി. മാങ്ങ ചക്കക്കാരൻ പാടത്തേക്ക് കൊണ്ടുപോയി കണ്ട അപ്പാപ്പനെ. അപ്പാപ്പനെയും ഇഴുകി പോവില്ല, അതിന് വേണ്ടിട്ടാണല്ലോ നനച്ച് കെട്ടണേ. അപ്പാപ്പനെയും മക്കളെയും കൂടി നൈസായിട്ട് പാടത്തേക്ക് വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആദ്യം ചക്ക 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 എന്ന് പറഞ്ഞ് വരും. പോയിട്ടില്ലേ? അവിടെ പോയിട്ടില്ല, അവിടെ നിക്കണ്ട്. ഇപ്പൊ വരും, ഇപ്പൊ ഒക്കെ പാടെ ഇങ്ങോട്ട് വരും. ഇന്നലെ വിളിച്ചപ്പോ ഒരുത്തൻ ചക്ക ഇടുന്ന കാര്യം പറഞ്ഞു. അതല്ലേ ചക്ക കണ്ടിട്ടില്ല. കണ്ടെങ്കി കണ്ടെങ്കി ഞാൻ വന്നില്ലത് ദേവന്റെ അടുത്തത്. ആ ദേവമാമതി ചക്കിടാൻ പോണ്. അമ്മാമ ഏത് ചക്ക ഇറങ്ങ? ഒരു കുഞ്ഞു ചക്ക തന്നെ. അപ്പൊ ഈ താഴത്തത് ചക്ക ഇട്ടൂടെ അമ്മച്ചി? ഇല്ല, കൊണ്ടിട്ടില്ല. ഇത് മൂത്തിട്ടുണ്ടാ ചക്ക? ആ കുഞ്ഞിത്. അപ്പൊ ഈ താഴ്ത്ത് കിടക്കണതോ? അത് കൊണ്ടിട്ടില്ല. അത് അപ്പനെ വിളിച്ചിട്ട് വന്നേ, അപ്പനെ വിളിച്ചിട്ട് വന്നേ. അല്ലെങ്കിൽ അപ്പാപ്പനെ വിളിക്ക്. ഓടിച്ചില്ലേ അപ്പനെ വിളിക്ക്. അപ്പോട് വരാൻ പറയേ. ഈ ചെറുക്കൻ ചെല്ലാൻ. അപ്പനെ വിളിച്ചിട്ട് വരാൻ. വേണ്ട ദൈവമേ, എന്റെ ഈശ്വര, നല്ല രസമുണ്ടാവും. ഇടിഞ്ഞു പൊളിഞ്ഞിപ്പോ തന്നെ വീണേനെ. ആ അതിന്റെ ഉള്ളിക്ക് പോയനെ കിടങ്ങിലേക്ക്. വേണ്ടാത്ത പണിക്ക് പോണത്. വീടാ എത്ര പേരുത്ത ആൾക്കാർ ഇവിടെ എളുപ്പമാണ്. വീണ് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ വരാൻ ഇതിനെ വന്നിട്ട് ചക്ക ഇട്ടു. കിടക്കുന്നു ചക്ക. ഞാനാ വീടാൻ മതി. ഇപ്പൊ വീണ കൈകാലൊടിഞ്ഞ ഈ ചക്കനല്ലേ? ചക്ക അടി എന്ന് പറഞ്ഞിട്ടാണോ? ഇവര് നിന്ന് കഴിഞ്ഞ പണി ഒന്നും നടക്കില്ല. അച്ചിക്കൂട്ട പാടാന്ന് എന്താ ഒത്തിരിമ. ചക്കയിൽ എന്റെ മോൻ ഭയങ്കര എന്റെ പോലെ തന്നെയാ. ഇത് മൂത്തുണ്ടല്ലോ മിശിരി ഈ ചക്ക. ഇതൊക്കെ മൂത്തുണ്ട്. അപ്പൊ എന്താ ഇടാത്ത? അത് അടിയിലത്തെ അവസാനം ഇട്ടാ അങ്ങനെ. ചക്കയുടെ പരിപാടി കഴിഞ്ഞു. ഇനി ചക്കേനെ വെട്ടി മുറിക്കണം. സമയം ചക്കയുടെ പൊമ്മാമ ഇപ്പൊ വീണനെ. സമയം നേരം വൈകി. ഇപ്പൊ ആദത്തിന് ഇപ്പൊ ഇനി കൈ കഴുകല് പൈപ്പ് നിനക്ക് കിട്ടാണ്ട് പോയി. അപ്പൊ അപ്പൻ്റെ കൂടെ പാടത്തേക്ക് നോക്കോ. ഷീബ വിളിക്കുന്നു. സിംബ എവിടേക്ക് പോയേ? ചക്കയുടെ കൂടെ പോയിന്ന് പറഞ്ഞാൽ രണ്ടുപേരും. അതിന് ഇവിടുന്ന് പോവാവോ? എടുത്ത് വെക്കുക കൊണ്ടുപോകാനാന്ന് പറയാം. ഇപ്പൊ കൊച്ചു വണ്ടി കയറ്റാൻ പറയും. ഞാൻ അങ്ങോട്ട് പോയപ്പോഴേക്കും വെച്ചിട്ട് ചക്ക വെട്ടൽ കഴിഞ്ഞാ വെരി ഫാസ്റ്റ്. വണ്ടി കണ്ടെത്തി. ഏത് വണ്ടി? ആരെ കണ്ടേ? കണ്ടു. അപ്പൊ ഇനി ചെയ്യാ മാറ്റി ആ തോക്കിലങ്ങ് കൊണ്ടുപോയി. ഇനി നേരെ അങ്ങോട്ട് പോകും പാടത്തുനിന്ന് എടുക്കാൻ വേണ്ടിട്ട്. അമ്മച്ചി ഇവിടെ ചക്ക വെട്ടുമ്പോണ്ടല്ലോ അത് എങ്ങനെ അടിയിലത്തെ ഈ പച്ച സാധനം വെട്ടിക്കളയുമ്പോ വേഗം എനിക്ക് ഇവിടെ നെറ്റ് പോകാൻ കാലം അനുവദിക്കണ്ടായിരുന്നു. ഇനി അകത്ത് വരുന്ന സാവധാനം വെട്ടിയാൽ മതിയല്ലോ. നമ്മള് ചക്ക കൊണ്ടുവന്ന് കട്ട് ചെയ്തല്ല വെട്ടി മുറുക്കിയിട്ട് അകത്ത് കൊണ്ടുവന്നിരുന്ന അമ്മച്ചി ഇങ്ങനെ നന്നാക്കും. അപ്പൊ അമ്മച്ചി കാല് വേന എടുക്കില്ല, ചൂടെടുക്കില്ല. ഈസി പരിപാടി. എന്തായി ഈ ചക്ക കളർ ഒന്നുമില്ലല്ലോ അമ്മച്ചി? മഞ്ഞപ്പൊടി ഇട്ടില്ലേ? മഞ്ഞക്കളർ ആണോ കാണിക്കണ്ടത്? അതെന്നിട്ട് അമ്മച്ചി ചെയ്യണേന്ന്? പായസായിട്ടില്ലേ? നമ്മുടെ ചക്കപ്പുഴുക്ക് ഏകദേശം സെറ്റ് എന്താന്ന് എനിക്കറിയില്ല. കളർ ഉണ്ട് കേട്ടോ ഇതില്, പക്ഷെ വീഡിയോയിൽ നിങ്ങൾ കളർ കാണുന്നില്ല. നല്ല ചൂടടിക്കണത് അടിപൊളിയായിരിക്കും. ഇങ്ങനെ കുത്തി 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 ഉടയ്ക്കാൻ നല്ല ചിട്ട് വയ്ക്കാൻ പറ്റിയ ചക്ക. അധികം ഉണ്ടെങ്കിൽ വേഗം
പഴുത്താലും ഇത് നല്ല അടിപൊളിയായിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്, വറക്കാനും എല്ലാത്തിനും അടിപൊളി. ചോദിച്ചാൽ ചക്ക തരുള്ളൂ. ആർക്ക് ചക്ക വേണ്ട, ആർക്ക് ചക്ക വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു നമ്മുടെ ദിവസത്തിനുള്ളിലാണെങ്കിൽ ഞാൻ തരാം. പിന്നെ മോളിൽ അടിച്ച തീരാറായി. വീട്ടിക്ക് വന്നാ മതിയില്ലേ? ചിലവര് ചക്ക തിന്നല്ലാന്ന് പറഞ്ഞിട്ട് ഇന്നലെ അമ്മയ്ക്ക് ചക്കയ്ക്ക് കാശ് കൊടുത്താ വാങ്ങിക്കണ മോളെ. നമുക്ക് ഇവിടെ മൂന്നെണ്ണൊക്കെ പഴുത്ത് വീണ് പോയിട്ടാ എത്താഴത്ത്. അമ്മിച്ചി കുറച്ച് ചക്ക ഉണക്കി വെക്ക്, അപ്പൊ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് തിന്നല്ലോ. പച്ചച്ചക്ക തന്നെ വെക്കാൻ സമയം കിട്ടണില്ലേ, ഇനിയാണ് ഉണക്കച്ചക്ക. മതി, അത് സെറ്റായിണ്ട്. ഇനി അതിന് അമ്മച്ചി കൊല്ലണ്ട. ഞാൻ ഇവിടുത്തെ കറികൾ തിന്നതെന്ന്, എനിക്ക് ഇവിടുത്തെ കറി തിന്നുമ്പോ ഇപ്പൊ ഉപ്പില്ലാത്ത ഇപ്പൊ കളറായി, ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയിണ്ട്. സെറ്റാക്കണം. മുൻപ് ഞങ്ങളുടെ ആന്റിയുള്ള സമയത്ത് ഇങ്ങനെ കൊറേ ഉണ്ടാക്കി തരും. അത് വലിയൊരു അലുമിനിയം കലം നിറച്ച് വെച്ച് ഇവരാരും വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവരെല്ലാവരും ഭയങ്കര ഡിമാൻഡാണ്. അതിന് പ്രത്യേക ടേസ്റ്റും. ഇപ്പൊ എല്ലിറച്ചിയും ചക്കയും വെക്കണെങ്കിലും പെട്ടെന്ന് തിരുത്താകില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മളിത് എല്ലാവരും ബിസി, അങ്ങനെ തിന്നലൊക്കെ ഇപ്പൊ കുറവാണ്. അല്ല ഇപ്പൊ നമ്മുടെ പിള്ളേരാണെങ്കിലും അതെ, ഒരാൾക്ക് ഇപ്പൊ ഒറ്റയ്ക്ക് കൊടുക്കുമ്പോ തിന്നാൻ മടിയായിരിക്കും. പക്ഷെ ഇപ്പൊ ആദ്യം ഹസിക്കുമ്പോ പിന്നീട് അങ്ങനെ തന്നെയാണ്. ഒരു കൂടുമ്പോ തിന്നാനും ഇഷ്ടമാണ്. ഒരു ഒത്തൊരുമ, ഒരു വാതിപ്പ്, ഒരു രസം. കൂട്ടുകുടുംബത്തിൽ അതാണുള്ള രസം. ഇപ്പൊ കൂട്ടുകുടുംബം ഒന്നും ഇല്ലല്ലോ. ചെല്ലേ കമ്പിത്തിരി എത്തിക്കും. കൊടുക്ക് അജിയെ എടുത്ത് കൊടുക്ക്. ആദ്യത്തിന് പെട്ടി പെട്ടി പൊട്ടിക്ക്. ആ കത്തിക്കട്ടെ മാമ, നിക്ക് കത്തിക്കട്ടെ. അപ്പ കത്തിക്കട്ടടോ. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു. നമ്മൾ പള്ളിയിൽ പോയി വന്നു, ഫുഡ് കഴിച്ചു, പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. I love you.